സ്റ്റോറി സ്പേസിലേക്ക്, ഈ കഥയിടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചാനലിൽ മുമ്പ് വായിച്ച കഥകൾ കേൾക്കുന്നതിനായി ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ മതിയാകും. വിക്രമാദിത്യ കഥകളിൽ ഇന്ന് 7ാമത്തെ സാലഭഞ്ജിക പറഞ്ഞ കഥ കേൾക്കാം. 7ാം ദിവസവും ഭോജരാജാവ് സിംഹാസനത്തിലേറുന്നതിനായി പരിവാരസമേതം പുറപ്പെട്ടു. കഴിഞ്ഞ ഒരാഴ്ചയായി വിസ്മയങ്ങളുടെ ലോകമാണ് തൻ്റെ മുന്നിൽ ചുരുളഴിഞ്ഞു വന്നത്. ഇങ്ങനെ ഒരു രാജാവ് ഉണ്ടായിരുന്നോ? അദ്ദേഹം ദേവനോ മനുഷ്യനോ? മനുഷ്യനെങ്കിൽ ഇത്രയേറെ അത്ഭുത പ്രവൃത്തികൾ സാധ്യമോ? ഭോജരാജാവിൻ്റെ ചിന്തകൾ അങ്ങനെ പോയി. ആചാരവിധിപ്രകാരം ഭോജരാജാവ് സിംഹാസനാരോഹണത്തിന് തയ്യാറായി പടികൾ ചവിട്ടിക്കയറി. പ്രതീക്ഷിച്ചതുപോലെ 6 പടികൾ താണ്ടി 7ാമത് പടിയിലെത്തിയപ്പോൾ അവിടെ നിന്ന സാലഭഞ്ജിയയ്ക്ക് ജീവൻ വെച്ചു. അവൾ പൊട്ടിച്ചിരിച്ചു. കാമിനി എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആ മരപ്പാവ ഉറക്കെ പറഞ്ഞു, ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവയെല്ലാം കേട്ടിട്ടും ലജ്ജ കൂടാതെ വീണ്ടും ഈ സിംഹാസനം സ്വന്തമാക്കാൻ വരുന്ന അങ്ങയുടെ ചങ്കുറപ്പ് സമ്മതിക്കണം. ത്രിലോകങ്ങളും ഒരുപോലെ ശിരസ് നമിച്ച് വന്ദിച്ച ആ മഹാരാജാധിരാജനെവിടെ? കൈക്കുമ്പിളിലെ ജലം പോലെ ഇത്തിരി സമ്പത്ത് സ്വന്തമായുള്ള അല്പജ്ഞാനിയായ അങ്ങെവിടെ? ഭോജരാജാവിന് ദേഷ്യം ഉറഞ്ഞു വന്നതാണ്. എങ്കിലും വേദപണ്ഡിതനും ഈശ്വരഭക്തനുമായ അദ്ദേഹം അത് മറന്ന് ഒന്ന് പുഞ്ചിരിച്ചു. ഇന്ന് നിങ്ങളുടെ മഹാരാജാവിൻ്റെ ഏതു വീരകഥയാണാവോ പറയാൻ പോകുന്നത്? കേൾക്കട്ടെ, ഭോജരാജാവ് പറഞ്ഞു. അങ്ങയ്ക്ക് സ്വന്തം നില എന്തെന്ന് മനസ്സിലാക്കാൻ ഇതുപകരിക്കുമെങ്കിൽ വിക്രമാദിത്യ യശസ് എത്രയെന്ന് വെളിവാക്കുന്ന ഒരു കഥ പറയാം. സാലഭഞ്ജിക കഥ തുടങ്ങി. 6 മാസത്തെ രാജ്യഭരണത്തിന് ശേഷം ഒരു കാലം ക്ഷേത്രദർശനം നടത്തി കാടാറു മാസത്തിന് പുറപ്പെടാനൊരുങ്ങിയ വിക്രമാദിത്യനെ ഒരു വൃദ്ധ ബ്രാഹ്മണൻ വന്നു കണ്ടു. വിക്രമാദിത്യനെ നോക്കി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, മഹാജ്ഞാനിയായ അങ്ങയോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ വഴി വന്നത്. സുഖദുഃഖങ്ങൾ നിറഞ്ഞതാണ് മനുഷ്യജന്മം. അറിവുള്ളവർ സുഖത്തിൽ മതിമറന്ന് അഹങ്കരിക്കുകയോ ദുഃഖത്തിൽ ചങ്കു തകർന്ന് വിലപിക്കുകയോ ചെയ്യില്ല. വിക്രമാദിത്യൻ സാഗൂതം ആ വാക്കുകൾ കേട്ടുനിന്നു. മഹാനായ വിക്രമാദിത്യനും കഷ്ടപ്പാടുകൾ ഉണ്ടാകുമോ എന്ന് സംശയം തോന്നിയേക്കാം. ഉണ്ടാകും. ഞാൻ ശനിദേവനാണ്. അങ്ങയുടെ ശനിദശ ആരംഭിക്കുകയായി എന്ന വിവരം അറിയിക്കാനാണ് വന്നത്, അദ്ദേഹം പ്രവചിച്ചു. എത്ര വർഷമാണ് ഈ ശനിദശാകാലം? അടുത്ത 7.5 വർഷം. വല്ലാതെ വിഷമമുണ്ടാകുമോ? കൊല്ലാതെ കൊല്ലുമെന്നാണ് ചൊല്ലുള്ളത്. എങ്കിലും ധർമ്മിഷ്ഠനും ഭഗവത് ഭക്തനുമായ അങ്ങയ്ക്ക് ആ കാലം തരണം ചെയ്യാനുള്ള കരുത്തു ലഭിക്കുന്നതാണ്. ധർമ്മത്തിൽ പദമുറച്ചവനെ ഉപദ്രവിക്കാൻ ആർക്കു സാധിക്കും? ശനിദേവൻ പറഞ്ഞു. അങ്ങയുടെ അപഹാരകാലം എങ്ങനെ എവിടെ ജീവിക്കണമെന്ന് അങ്ങു തന്നെ പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കുന്നു, വിക്രമാദിത്യൻ തൊഴുകയോടെ പറഞ്ഞു. അങ്ങ് മഹാരാജാവാണ്. പക്ഷേ ദശാപഹാരകാലത്ത് ആ പദവി നഷ്ടപ്പെട്ടേക്കാം. അതിനാൽ നേരത്തെ തന്നെ കോസല രാജ്യത്തെത്തി അവിടുത്തെ രാജാവിൻ്റെ സേവകവൃത്തി സ്വീകരിക്കുക. വിക്രമാദിത്യൻ ശനിദേവനെ നമസ്കരിച്ചു. തൻ്റെ രാജകീയ ചിഹ്നങ്ങളെല്ലാം അദ്ദേഹത്തിന് നൽകി താൻ മടങ്ങി വരുന്നതുവരെ ഉജ്ജയിനിയെ പരിപാലിക്കാൻ അഭ്യർത്ഥിച്ചു. അങ്ങേ സഹായിക്കാൻ എൻ്റെ സഹോദരനും ഈ രാജ്യത്തിലെ പ്രഥമ സജീവനുമായ ഭട്ടി സദാ സന്നദ്ധനായി ഉണ്ടാകും. ഇപ്രകാരം പറഞ്ഞ് വേതാളവും ഒന്നിച്ച് അദ്ദേഹം കോസല രാജ്യത്തേക്ക് ഗമിച്ചു. ഗ്രാമവീഥികൾക്കപ്പുറത്ത് വനഭൂമി. അതിലൂടെ നടന്ന് വിക്രമാദിത്യൻ ഒരു മലയടിവാരത്തിലെത്തി. അവിടെ ഒരു വൃക്ഷച്ചുവട്ടിലെത്തി അല്പനേരം വിശ്രമിക്കാനിരുന്ന അവസരത്തിൽ മലയുടെ അങ്ങേ ചെരുവിൽ നിന്നും തൻ്റെ നേരെ നടന്നു വരുന്ന ഒരു സ്ത്രീരത്നത്തെ കണ്ടു. അതാരാണ്? ഇവിടേക്കാണല്ലോ അവളുടെ വരവ്.
വിക്രമാദിത്യൻ വേതാളത്തോട് ചോദിച്ചു. അതേ മഹാത്മൻ, അവളൊരു ദേവകന്യകയാണ്. രത്നമാലിക എന്നാണ് നാമധേയം. അങ്ങയെ കാണാനാണ് വരവ്. എന്നെ കാണാനോ? എന്തിന്? പണ്ട് ഉർവശിയും രംഭയും തമ്മിലുള്ള നൃത്തമത്സരത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ അങ്ങ് ദേവലോകത്ത് പോവുകയുണ്ടായല്ലോ. ഉവ്വ്. അന്ന് അങ്ങയെ കണ്ട് അനുരാഗിണിയായ ദേവകന്യകയാണിവൾ. അങ്ങയോട് വിവാഹാഭ്യർത്ഥന നടത്തണമെന്ന് അവൾക്ക് തോന്നലുണ്ടായി. എന്നാൽ തന്നെ സ്വീകരിക്കുമോ എന്നൊരു ശങ്ക രത്നമാലികയ്ക്കുണ്ടായിരുന്നു. ഇക്കാര്യം ദേവേന്ദ്രനോട് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ സമാധാനിപ്പിച്ചു. രത്നമാലികയെ, നിന്റെ ആഗ്രഹം സാധിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇപ്പോഴല്ല. 7.5 ശനിയുടെ അപഹാരകാലത്ത് രാജ്യം വെടിഞ്ഞ് കുറച്ചുനാൾ അദ്ദേഹത്തിന് അലയേണ്ടി വരും. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പത്നിയായി നിനക്കു കഴിയാം. ആ വാക്കുകൾ സ്വീകരിച്ച് രത്നമാലിക ഇക്കാലം അത്രയും കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് ഇതാ അവൾ അങ്ങയെ കാണാൻ വരുന്നു. വിക്രമാദിത്യൻ ആദരവും സ്നേഹവും നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കിയിരുന്നു. രത്നമാലിക മെല്ലെ വിക്രമാദിത്യ സൗധത്തിലെത്തി വന്ദിച്ചു. താൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും സാദരം ധരിപ്പിച്ചു. രാജ്യവും അധികാരവും വീടും കുടുംബവും വെടിഞ്ഞു കഴിയുന്ന കാലത്ത് സഹധർമ്മത്തിൽ ചരിക്കാൻ താൻ എത്തിയിരിക്കുകയാണെന്ന് കൂടി പറഞ്ഞപ്പോൾ വിക്രമാദിത്യൻ ചോദിച്ചു. രത്നമാലികയെ, കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളും ഭൃത്യരുടെ പരിചരണങ്ങളും വിശിഷ്ട ഭോജ്യങ്ങളും ആളും അർത്ഥവും എല്ലാം വെടിഞ്ഞു കഴിയുകയാണു ഞാൻ. ഈ സന്ദർഭത്തിൽ എന്നോടൊപ്പം കൂടുകയെന്നാൽ ദുഃഖത്തെ സ്വയം വരിക്കുന്നതിന് തുല്യമാണ്. എന്തിനാണ് നീ ഇത്ര വലിയൊരു ത്യാഗത്തിന് തയ്യാറാകുന്നത്? രത്നമാലിക ഒരു മന്ദസ്മിതത്തോടെ മറുപടി പറഞ്ഞു. അങ്ങയോടൊപ്പം കഴിയാനുള്ള ഈ അവസരം എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ ശനിദശാകാലം അങ്ങയ്ക്ക് ദുഃഖദായിനിയാണെങ്കിൽ ആ ദുഃഖത്തിൻ്റെ ഒരു പങ്ക് എനിക്ക് നൽകണേ. സുഖമാണെങ്കിൽ അതിൻ്റെ പങ്കും എനിക്കുള്ളതാണ്. രണ്ടായാലും തരക്കേടില്ല. പങ്കുവയ്ക്കുമ്പോൾ കുറയുന്നതാണ് ദുഃഖം, പെരുകുന്നതാണ് സന്തോഷം. വിക്രമാദിത്യൻ രത്നമാലികയെ സ്വീകരിച്ചു. അന്നു രാത്രി അവിടെ വിശ്രമിച്ചു. പിറ്റേന്നു കാലത്ത് പ്രഭാത സന്ധ്യാവന്ദനവും ജപവുമെല്ലാം കഴിച്ച് വിക്രമാദിത്യനും രത്നമാലികയും കോസലത്തിലേക്ക് പുറപ്പെട്ടു. വേതാളവും ഒപ്പമുണ്ടായിരുന്നു. അതിഘോരമായൊരു വനത്തിലേക്ക് അവർ പ്രവേശിച്ചു. സൂര്യരശ്മികൾ പോലും അരിച്ചു വീഴുന്ന വനാന്തരത്തിലൂടെ കിളികളുടെ ഗാനാലാപവും കേട്ട് നടന്നു വരവേ ഒരു കടുവ കൺമുന്നിലെത്തി. അത് തൻ്റെ നേരെ ഒരു നിമിഷം സൂക്ഷിച്ചു നോക്കുന്നത് കണ്ട വിക്രമാദിത്യൻ ക്ഷണത്തിൽ അമ്പും വില്ലുമെടുത്ത് കടുവയെ ലക്ഷ്യമാക്കി ഉന്നമെടുത്തു. അമ്പ് വലിച്ചുവിടാൻ തുടങ്ങിയ നേരം ഇലച്ചാർത്തിൽ ഒളിച്ചിരുന്ന ഒരു ഗൗളി ചിലച്ചു. അരുത്, അരുത് എന്നായിരുന്നു ആ സൂചന. ഭാഗ്യമായി. ഒരു നിമിഷം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ആ മൃഗം നിലത്ത് വീണേനെ. വിക്രമാദിത്യൻ വധശ്രമം ഉപേക്ഷിച്ച് ആ മൃഗത്തെ ശ്രദ്ധിച്ചു. ഏതോ ആശ്രമത്തിൽ വളർത്തുന്ന വന്യജീവിയാണതെന്ന് തോന്നി. പൊടുന്നനവേ കടുവ ഓടാൻ തുടങ്ങി. വിക്രമാദിത്യൻ രത്നമാലികയെ അവിടെ ഇരുത്തി കടുവയുടെ പിന്നാലെ നീങ്ങി. ശാന്തസുന്ദരമായ ഒരു ആശ്രമാന്തരീക്ഷത്തിലാണ് അവർ എത്തിപ്പെട്ടത്. ആ ക്ഷണം കടുവയെ കാണാതായി. വിക്രമാദിത്യൻ മെല്ലെ ആശ്രമം ലക്ഷ്യമാക്കി നടന്നു. പുല്ലുകൊണ്ട് മേഞ്ഞ ഒരു ചെറുകുടിൽ, അതിനുള്ളിൽ നിലത്ത് ഒരു തോൽ വിരിച്ച് അതിൽ സ്വർണ്ണവർണ്ണമുള്ള ശരീരത്തോടെ സ്ഥിതി ചെയ്യുന്ന തേജസ്വിയായ ഒരു സന്യാസിയെ കാണായി. തന്നെ അവിടേക്ക് നയിച്ച ആ കടുവ മഹർഷിയുടെ ശരീരത്തോടൊട്ടി അനുസരണയുള്ള ഒരു പൂച്ചക്കുട്ടിയായി ചേർന്നു നിൽക്കുന്നു. വിക്രമാദിത്യൻ ശിരസ്സു നമിച്ച് മുനിയെ വണങ്ങി. ഞാനൊരു ദേശസഞ്ചാരിയാണ്, ഉജ്ജയിനിൽ നിന്ന് വരുന്നു, അദ്ദേഹം ആദരവോടെ പറഞ്ഞു. മുനി അത് കേട്ട് ഒന്ന് പുഞ്ചിരിച്ചിട്ട് ചോദിച്ചു, ഭട്ടിക്ക് സുഖം തന്നെയല്ലേ? വിക്രമാദിത്യൻ അത്ഭുതത്തോടെ തലയുയർത്തി മഹർഷിയെ നോക്കി. മുഖം മറച്ച താടിരോമങ്ങൾക്കിടയിലും തിളങ്ങി നിന്ന ആ കണ്ണുകളിലെ ആർദ്രത അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഒരു നിമിഷം അവർ അന്യോന്യം നോക്കി നിന്നു. അടുത്ത ക്ഷണം വിക്രമാദിത്യൻ ആ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ജലം പൊടിഞ്ഞു. ഈശ്വര, എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഈ കണ്ടുമുട്ടൽ? അദ്ദേഹം ഓർമ്മിച്ചു. സാലഭഞ്ജികയുടെ കഥ ഈ ഘട്ടമെത്തിയപ്പോൾ
ജിജ്ഞാസ അടക്കാനാവാതെ ഭോജരാജാവ് ചോദിച്ചു. ആരായിരുന്നു ആ മഹാമുനി? സാലഭഞ്ജിക ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു. പ്രിയ സഹോദരനായ ഭർതൃഹരി. ആദ്യ സാലഭഞ്ജിക ഒന്നാം ദിവസം പറഞ്ഞ കഥ ഭോജരാജാവ് ഓർത്തു. മഹാജ്ഞാനിയായ വിദ്യാസാഗറിന് മന്ദാകിനിയിൽ പിറന്ന ഭർതൃഹരി. കലിംഗ രാജ്യത്തിൻ്റെ ഭരണാധികാരം വിദ്യാസാഗറിന് ശേഷം ഭർതൃഹരിയിലാണല്ലോ നിക്ഷിപ്തമായത്. പിന്നീട് ലൗകിക വ്യവഹാരങ്ങളോടും ഭൗതിക വസ്തുക്കളോടുമുള്ള മോഹം വെടിഞ്ഞ് സർവവും ത്യജിച്ച് വനത്തിലേക്ക് ഗമിച്ച ഭർതൃഹരിയായിരുന്നു ആ മഹർഷിയെന്നറിഞ്ഞപ്പോൾ ഭോജരാജാവിനും ഉൾക്കുളിരുണ്ടായി.